ഹലോ. ഞങ്ങളിവിടെ ചെണ്ടൂൺ ഗാർഡൻ എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കുവാണ്. ടുഡേ ഈസ് സൺഡേ. അപ്പോൾ ചുമ്മാ കാണാൻ ഇവിടെ നല്ലൊരു റെയിൻ ഫോറസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതേ ലേക്ക് ഉണ്ട്. ഇവിടെ ആൾക്കാർ ഫിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വിചാരിക്കുന്നു. ഇത് 3 എണ്ണം. ശരിക്കും പായല് കൊറേ ഉണ്ട്. അത് ഇതിനെ കാണിക്കും. ഇതിന്റെ തല കണ്ടോ? അമ്മ ഇത് അടുത്ത് വരും. ഒരു വലിയ ഒരു ഐലൻഡ് പോലെ അതിനകത്ത് നിറച്ച് മരങ്ങളും ഒക്കെ നിക്കണം. എന്നിട്ട് ഇത് ഏതിലാന്ന് ഞാൻ ഓർക്കുള്ളത്, പക്ഷെ എവിടെയോ വായിച്ച. എന്നിട്ട് ആരോ ആ ഐലൻഡിൽ ചെന്ന് പെടും. ആ ഐലൻഡിൽ ചെന്ന് പെടും. അത് കഴിഞ്ഞ് ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടാനുള്ള. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ആള് നോക്കുമ്പോ ഐലൻഡ് ഇരുന്നോടത്തല്ല ഇപ്പൊ ഇരിക്കണേ, അത് വേറെ സ്ഥലത്താ. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് പുള്ളിക്ക് മനസ്സിലാവണേ അത് ആക്ച്വലി ഒരു മൂവിങ് ആമയാ. അപ്പൊ ഇതാണ് കൊക്കാറ്റു എന്ന് തോന്നുന്നു അല്ലേ? തോന്നുന്നു. എന്താ അവിടെ കണ്ട ഗൂഗിൾ ലെൻസിനോട് ചോദിച്ചാൽ സാംസങ് ഇല്ലല്ലോ ആരെങ്കിലും? നമ്മള് കുറച്ച് നടന്നു വന്നപ്പോ ഒരു വ്യൂവിംഗ് ടവർ പോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കയറാൻ പറ്റുമോന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ക്ലോസ്ഡ് അല്ലെന്ന് തോന്നുന്നു അല്ലേ? അല്ലേ, ക്ലോസ്ഡ് അല്ല. ഓക്കെ. അപ്പൊ എല്ലാരും നോക്കിയൊരു ഹായ് പറഞ്ഞേ. അവര് എവിടെയെങ്കിലൊക്കെ ഈ ഫുൾ ടുണ്ടൂൺ ബൊട്ടാനിക്കൽ ഗാർഡൻ അവർ സെറ്റപ്പ് ചെയ്യും വിത്ത് ലൈറ്റ്സ്. അപ്പോ ഇൻ 2 weeks ടൈമിലുണ്ട്. ജൂലൈ 11th തുടങ്ങും. 11, 12, 13. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ. അതില് ഫ്രൈഡേ സാറ്റർഡേ ഫ്രീയാ. സാറ്റർഡേക്ക് പൈസ ഉണ്ട്, ലൈക്ക് $5 $10. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റയില് ഒരു റീല് കണ്ടായിരുന്നു. അത് ഇതിനെ പറ്റി അല്ല, നമ്മള് മറ്റേ മോളിൽ നിന്ന് ചാടില്ലേ, മറ്റേ വാട്ടർഫോളിന്റെ മോളിൽ നിന്നൊക്കെ ഏതോ 2 ഇന്ത്യൻസ് 120 feet ഉള്ള ഇന്ത്യന്റെ മോളിൽ നിന്ന് ചാടി. ഒരാൾ തട്ടിപ്പോയി, ഒരാള് ക്രൂഷ്യൽ കണ്ടീഷനില്ല. അപ്പൊ ഞാൻ നമ്മള് മറ്റവിടെ ചാടി ഓർത്ത്. പിന്നെ അത് അത്ര ഉണ്ടായില്ല, പക്ഷെ എന്നാലും 120 feet ഒക്കെ എന്റെ പൊന്നു. അപ്പൊ അങ്ങനെ നമ്മള് ഇതിന്റെ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഇവിടുത്തെ എന്തൊക്കെയാണെന്നുള്ള കണ്ടത്. മെയിനായിട്ട് ഇവിടെ പല ഫോറസ്റ്റുകളാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ സെറ്റപ്പ് ഭയങ്കര അടിപൊളിയാണ്. എന്താ പറയാ, നമ്മൾ ഈ മൂവീസിലൊക്കെ കാണുന്ന പോലെ, ഹോളിവുഡ് മൂവീസിൽ കാണുന്ന പോലത്തെ ഒരു ഫീല് തരുന്ന ഒരു ഏരിയ ആയിട്ട് അവരത് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇന്നലെ മേക്കപ്പ് മേടിച്ചതിനെ പറ്റിയാണ് അവരിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെലിവറി ചാർജ് മാറിപ്പോന്നു. നമുക്ക് ഫോട്ടോ ബുക്കിലാ പഠിക്കുന്നത്. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? ഇത് നമ്മളിപ്പോ കാണുന്നത് ഇവിടുത്തെ ഓസ്ട്രേലിയൻ ഫേൺസ് ആണ്. ഇതൊക്കെ നല്ല പഴക്കം, ഇവിടുത്തെ ഒത്തിരി നാളായിട്ടുള്ളതാണ്. നല്ല രസമുണ്ടല്ലേ, നല്ല വ്യൂ. പ്രായവർക്കും ആഷ് കളർ പോലെ വരില്ലേ, നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇംപ്രിന്റ് ചെയ്യത്തില്ലേ, ടാറ്റു അടിക്കുന്ന പോലെ ഒരു വൈറ്റ് പാട്ടൊക്കെ ഉണ്ട്. അതുപോലെ ഉണ്ട്, പക്ഷെ സംഭവം അതെല്ലാം തോന്നുന്നു. എല്ലാത്തിന്റെ ഒരു റെപ്ലിക്കയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സദേൺ ആൻഡ് നോർത്തേൺ റെയിൻ ഫോറസ്റ്റ്. അതെ അതെ. അപ്പം ഡെയിൻ ട്രീ എന്തോ ഇത്ര മില്യൺ ഇയേഴ്സ് ഓൾഡ് ആണ്. അത് ശരിക്കും കെയ്ൻസിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അല്ലായിരിക്കും, അത് വിഷമായിരിക്കും, വിഷം. എന്തോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ കഴിക്കണമെന്ന് തോന്നും, പക്ഷെ പരീക്ഷണമാണ് ഗൈസ്, പരീക്ഷണം. അതെ അതെ. അപ്പൊ നമ്മളങ്ങനെ ക്യൂൻസ്ലാൻഡ് റെയിൻ ഫോറസ്റ്റിന്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ശരിക്കും ഒരു ഫോറസ്റ്റ് വ്യൂ പോലെ തന്നെ. ഇതല്ലേ നല്ല നല്ല റഫായിട്ടുണ്ട്. മണത്ത് നോക്കി എല്ലാം പറ്റിക്കഴിഞ്ഞാൽ. പക്ഷെ ഇത് നല്ല നല്ല ശക്തിയിൽ വരച്ചു കഴിഞ്ഞാൽ കൈ കീറുമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? നമ്മളൊരു പുതിയ ഐറ്റം കണ്ടുപിടിക്കുകയാണ്, നോർത്തേൺ ബോളിവുഡ്. ഇതെന്തോ സാധനമൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ ബോളിവുഡിന്റെ പേരൊക്കെ ഉണ്ട്, ഈ പുല്ലിന്റെ പേരാന്ന് തോന്നുന്നു. ജാതിയാണോ ഇത്? അല്ല അല്ല, ഇവൻ കുത്തൂട്ടാ. ഓസ്ട്രേലിയൻ ബ്രഷ് ടർക്കി. ഇതാണ് ഓസ്ട്രേലിയൻ ബ്രഷ് ടർക്കി അല്ലേ? നമ്മള് ഗൂഗിൾ ലെൻസില് ബ്രഷ് ടർക്കി നോക്കിയപ്പോൾ ഡോണിന് ഒരു കൗതുകം. ഡോണിന്റെ മുഖം ഗൂഗിൾ ലെൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ വരുമോ? സോറി ഗൈസ്, വേറെ ഏതോ ഡോൺ നിന്റെ നോക്കട്ടെ. നിന്റെ തന്നെ ജസ്ലിനൊക്കെ കുറെ കൂടെ ആക്റ്റീവ് അല്ലേ, ഫേമസ്. ഇവളെ ജസ്ലിനെ നമ്മൾ സ്കാൻ ചെയ്ത് വന്നപ്പോ ഫുൾ ഷീൻ ടെമു വെബ്സൈറ്റ് ആണ്. അതായിരിക്കും അവിടെ ഷീന്റെ മെയിൻ കസ്റ്റമർ ആണ്. അതെ അതെ, എനിക്ക് തോന്നുന്നു അവരുടെ ഇതിന്റെ അകത്തുള്ള പേര് നിങ്ങൾക്ക് അത് എന്താന്ന് മനസ്സിലായോ? അതെ, അത് ക്വീൻസ്ലാൻഡ്, സെൻട്രൽ ക്വീൻസ്ലാൻഡ് തന്നെയില്ല, മൊത്തമാണത്. ഏതാ? ഇത് വെസ്റ്റേൺ ഓസ്ട്രേലിയ, ന്യൂ സൗത്ത് വെയിൽസ്, വിക്ടോറിയ, ടാസ്മാനിയ. ചെറുത്
ചെറുത്. അപ്പൊ ക്വീൻസ്ലാൻഡ് താഴെയാ? ക്വീൻസ്ലാൻഡ് താഴെ ന്യൂ സൗത്ത് വെയിൽസ്. അപ്പൊ അതിന്റെ താഴെയാണ് വിക്ടോറിയ. അപ്പം ഈ വശത്ത് രണ്ടെണ്ണോ? അത് എനിക്ക് ഉറപ്പില്ല. ഗൈസ്, നമ്മൾ പേടിപ്പെടുത്തുന്ന റെയിൻ ഫോറസ്റ്റിന്റെ ഇടയിലൂടെ പോവുകയാണ്. കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിയാവുന്നു. ഇത്രയും നല്ല സെറ്റപ്പ് ഒന്നും നമ്മൾ അറിഞ്ഞില്ല. ഞങ്ങളും കാരണം പുറത്തുനിന്ന് നോക്കുമ്പോ അതെ, Normal നോക്കുമ്പോഴത്തേക്ക് ഇത് മാത്രല്ലേ ഉള്ളൂ. നമ്മൾ എന്താ പറയാ ടൗണിൽ കൂടെ പോകുന്ന അതേ ഒരു ലുക്ക് പോലെ തന്നെ കണ്ടപ്പോ അതെ. ഞാൻ വിചാരിച്ചു ഇതിനകത്ത് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. നമ്മൾ സാധാരണ കുറെ സ്ഥലങ്ങളിൽ ബൊട്ടാനിക് ഗാർഡൻസ് കണ്ടിട്ടുണ്ട്. അതെ. സിമ്പിൾ ആയിട്ടൊരു പോണ്ടും കാര്യവും അങ്ങനെ ഉള്ളു. പക്ഷെ ഇവിടെ കയറിയപ്പോഴാണ് മനസ്സിലായത് ഫുള്ള് ഒരു സെറ്റപ്പാണ്. റെയിൻ ഫോറസ്റ്റിന്റെ എല്ലാം ഇത് ചെയ്തേക്കാണ്. ഞാൻ ഇവരോട് നേരത്തെ പറയായിരുന്നു ബെൽറാറ്റിലുള്ള എന്റെ ഫ്രണ്ട്സ് കാണണ്ട, ഞാനിവിടെ ക്വീൻസ്ലാൻഡില് ഇത്രയും നല്ല വെതറില് ഇത്ര നല്ല വെതറില് അടിച്ചു പൊളിച്ച് നടക്കണത്. കഴിഞ്ഞ ദിവസം അവരെ വിളിച്ചപ്പോ അവിടെ -0, 0, 1, 2 ഡിഗ്രീസിൽ തണുത്ത് പറിച്ചിരിക്കാന്നാ പറഞ്ഞത്. ഇവിടെ നമ്മള് കോട്ടൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് എനിക്കൊന്ന് വേർക്കുന്ന വരെ ഉണ്ട്. അതെ, അതുകൊണ്ട് ഞാൻ എന്റെ കൂട്ടുകാരോട് പറയാണ് പതുക്കെ പതുക്കെ ബെൽറാറ്റ് വിടാൻ നിങ്ങൾ പ്ലാൻ ചെയ്തോളുക, ക്വീൻസ്ലാൻഡിലോട്ട് പോരാ. അതെ അതെ, വളരെ നല്ല. ഇങ്ങനെ കുറച്ച് നടന്നു വന്നപ്പോഴത്തേക്ക് ഒരു കോശം കണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതുവരെ നമ്മൾ സ്നേക്സിനെ ഒന്നും കണ്ടിട്ടില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. ഹാർട്ടിൽ നിൽക്കുവാണെങ്കിലും നമുക്ക് പറ്റിയ കമ്പനി ഇല്ലെങ്കിൽ ഏറ്റവും ലോൺലിയസ്റ്റ് പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് സിറ്റി. അത്രയും ആൾക്കാരുണ്ടായിട്ടും നമുക്ക് ആരും ഇല്ല എന്നുള്ള ഒരു ഫീല് വരുമ്പോ വിൽ ഫീൽ മോർ ലോൺലി.
ഇവിടെ നിന്നാണ് പെറുക്കിയെടുത്തത്. കുറേ ഉണ്ട് ഇവിടെ. ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഗ്രീൻ കാർപ്പറ്റ് വിരിച്ച പോലെ ഉണ്ട്. നല്ല രസമാണ്. ഫോട്ടോ എടുക്കാൻ നല്ല സ്ഥലം അല്ലേ? നിങ്ങളെല്ലാം നിൽക്കണമെങ്കിൽ ഒരു വീഡിയോ പോലെ എടുത്തതായിട്ട് നിങ്ങളെല്ലാം നിൽക്കരുത്. ഞാനൊരു വീഡിയോ എടുക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ഇഷ്ടമാണെങ്കിൽ മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത വീക്ക് വരും. സോ അപ്പോഴേക്കും ടാറ്റാ.